എല്ലാവരും അതെ എന്നോട് ചോദിച്ചായിരുന്നു ഒരു ഡിസൈനർ വെയറിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ഒന്ന് പരിചയപ്പെടുത്തുമെന്ന്. അപ്പോ ഇപ്പൊ നമ്മൾ കണ്ടതൊക്കെയും നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഡിസൈനർ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ, ഈ സാരീസും മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസിൽ ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ലോങ് വീഡിയോസ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി സെമി മൊഡാൽ ടൈപ്പും അജ്രക് മോഡലും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. എല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. ആൻഡ് എപ്പോഴും നമുക്ക് ഫേവറേറ്റ് ആയിട്ട് പോയിരുന്നത് നമ്മുടെ പ്യുർ ജോർജറ്റ് ആണ്. ഇപ്പോഴും എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട് അതിന്. ബ്ലാക്ക് സാരി നമ്മൾ ഉടനെ തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. കുറെ പേര് ചോദിക്കുന്നുണ്ട് റീസ്റ്റോക്ക് വന്നോ എന്ന്. ഷിബോരി സാരിയുടെയും അതുപോലെ തന്നെ ജോർജറ്റ് ബ്ലാക്കിന്റെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജോർജറ്റ് ബ്ലാക്ക് മാത്രമല്ല, നമുക്ക് അതിന്റെ കൂടെ ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, പിന്നെ റെഡ്, മെറൂൺ, ഇത്രയും കളേഴ്സ് നമുക്ക് അതിന്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ ആർട്ട് സിൽക്കിന്റെ സാരിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോസ്റ്റ്ലി സാരി ആയിട്ടാ ഫീൽ ചെയ്യുക. കാരണം കണ്ടോ, ഇത്രയും വലിയൊരു ബോർഡറും അതിന് ഒത്ത രീതിയിൽ അതേ ബോർഡറിനെ എന്താ പറയാ, ഒരു കോമ്പറ്റീറ്ററിന്റെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു അജ്രക്ക്, ഒരു ജോമെട്രി ഡിസൈൻ അതിന്റെ കൂടെ. നമുക്ക് അജ്രക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ജോമെട്രി കലങ്കാരി മിക്സ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ. ശരിക്കും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ മൊത്തം വന്നേക്കുന്നത്. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബേജ് ആൻഡ് ഗോൾഡിന്റെ കൂടെ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ പല്ലു, അല്ലെങ്കിൽ ഈ ഒരു പല്ലു പാട്ടും ഈ ഒരു ബോർഡറിന്റെ ഈ സാരിയിൽ അത് മാത്രമാണ് ചേഞ്ച് ആവുന്നത്. അപ്പൊ നമുക്ക് കളേഴ്സ് ഏതൊക്കെയാന്ന് കാണാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ. ആൻഡ് സെക്കൻഡ് വൺ ഈ ഒരു പിങ്ക് ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടമായി. കാരണം ഒരു ലൈറ്റ് ഒരു പിങ്ക് ആണ് കേട്ടോ. ശരിക്കും ഇപ്പൊ എന്താ പറയാ, ഒരു ഗുലാബി കളർ അങ്ങനെ തന്നെ പറയണം. കാരണം ഒരു നമ്മുടെ വീട്ടിലൊക്കെ പനിനീർ റോസാപ്പൂ ഉണ്ടാവില്ലേ, നല്ല പൂത്ത് നിൽക്കുന്ന നല്ല ഒരു പനിനീർ പൂവ്, നല്ല കട്ടകട്ടായിട്ട് അതേ കളറാണ്, സെയിം എക്സാക്ട് ആ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിന്റെ കുഞ്ഞു കുഞ്ഞു പൂക്കൾക്കൊക്കെ ഈ സെയിം കളറാണ്. അപ്പൊ ഈ ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്കൊക്കെ ശരിക്കും ഇത് പറയുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ ഈ ഒരു ഗോൾഡൻ സെറിയും കൂടെ വരുമ്പോ നല്ല ഭംഗിയാട്ടോ. കണ്ടോ, എനിക്ക് ഇത് ശരിക്കും കാണുമ്പോൾ നമുക്കൊരു കലങ്കാരിയും അതുപോലെ തന്നെ ഈ ഒരു പ്രിന്റ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു അജ്രക്കിന്റെ ഒരു കോമ്പിനേഷനും ജോമെട്രി ഡിസൈൻ എല്ലാം കൂടെ അങ്ങോട്ട് ബ്ലെൻഡ് ആയി വന്നിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ അല്ലെ ഇപ്പൊ എല്ലാ ഫാബ്രിക്കും അതെ മിക്സ് ആയിട്ടാ വരുന്നത്. അതേപോലെ തന്നെ ഡിസൈൻസും ഫുൾ മിക്സ് ആണ്. ഓക്കെ, നമുക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഒരു പട്ടോല സാരിയുടെ ഒരു ഫീൽ ഒക്കെ വരും. പക്ഷെ ശരിക്കും അത് അങ്ങനെയല്ല. കണ്ട, നല്ല വീതിയുള്ള ബോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഡിസൈനർ വെയർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്കൊരു ഓണത്തിന് ഉടുക്കാൻ, കാരണം ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന കോമ്പിനേഷൻ ഈ ബേജ് ഗോൾഡ് ആയതുകൊണ്ട് നമ്മുടെ ഈ കേരള ട്രഡീഷണൽ സാരി ആയിട്ട് ഒരു ചെറിയൊരു ചായ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇത്ര വീതിക്ക് ആ ഒരു കസവൊക്കെ വരുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ഇത് ഉടുക്കാം കേട്ടോ. കണ്ടോ, പ്ലീറ്റ് ഒക്കെ എക്സാക്ട് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റിച്ച് ലുക്കാണ് ഈ സാരിക്ക് കൊണ്ടുവരാൻ നമുക്ക് തരാൻ പറ്റുന്നത്. അപ്പൊ പീകോക്ക് ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള പീകോക്ക് ഗ്രീൻ തന്നെ പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു കളറാണ്. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു റെഡ് ആണ്. നല്ല ഉദിച്ച റെഡ് അല്ല, ഒരു മെറൂൺ റെഡിനോട് യോജിച്ച് നിൽക്കുന്ന, പക്ഷെ അതിൽ വന്നിരിക്കുന്ന കോമ്പിനേഷൻ ഗ്രീൻ ആണ് കേട്ടോ. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഒരു കോമ്പിനേഷൻ. നോക്കൂട്ടോ, ഇത് എക്സാക്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോ, ഇങ്ങനെ വരും. നല്ല ഭംഗിയാ. എനിക്ക് എല്ലാം എടുത്ത് കാണിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ ഇത് ഒത്തിരി പേഴ്സണലി ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസും കൂടെ നിങ്ങൾക്ക് അറിയണം എന്ന് എനിക്കറിയാം. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 870, അതായത് 870 രൂപയാണ്. അത്രേ ഉള്ളൂ എന്ന് ഇപ്പൊ വിചാരിച്ചില്ലേ പലരും? അതെ, ഞാനും ഞെട്ടിപ്പോയി. അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു. 870 രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഭയങ്കര ഹാർഡാണോ അല്ലെങ്കിൽ കട്ടിയായിട്ടോ അങ്ങനെയൊന്നുമല്ല. സോഫ്റ്റ് സിൽക്കിന്റെ പോലെയോ അല്ല, നല്ലൊരു ആർട്ട് സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഈസി ടു വെയർ ആണ്. വെറുതെ ഇപ്പൊ നോക്കിയേ, ഞാനിപ്പോ ഇതിങ്ങനെ കണ്ടോ, ഇതിപ്പോ 1 ലെയർ ആണ്. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടോ, ഇങ്ങനെയും നമുക്ക് വെയർ ചെയ്യാം. കണ്ട, അപ്പൊ ശരിക്കും ആ ഒരു ഫുൾ കസവ്, ആ ബോർഡർ ഒക്കെ അതുപോലെ തന്നെ കാണും. ഞാൻ ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഒരു സാരിമാല പോലത്തെ ഒരു പേൾ ചെയിൻ ആണ്. അതിന്റെ ഈ 2 വർക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കണ്ടോ,
അതും കൂടെ ഒന്ന് മാച്ച് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് വെയർ ചെയ്തത്. ഇനി ഞാൻ ഈ ഒരു ലുക്കിനെ തന്നെ നമുക്കൊരു മോഡേൺ ലുക്കും കൂടെ ആക്കി കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഒന്ന് എല്ലാവരും വാച്ച് ചെയ്യണേ. ആൻഡ് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ ഒരു ജിമിക്കയാണ്. അപ്പൊ അതാ അങ്ങനെ എനിക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്തപ്പോഴാണ് ഒരു നമുക്കൊരു ട്രഡീഷണൽ ലുക്കിലേക്ക് ഈ സാരീനെ കൊണ്ടുവരാമെന്ന് തോന്നിയത്. കണ്ടോ, ഇതേപോലത്തെ ഒരു ബാങ്കിലൊക്കെ വെയർ ചെയ്ത് നമുക്ക് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു വീട് താമസത്തിനോ അങ്ങനെയുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു സാധാരണ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നല്ല കല്യാണങ്ങൾക്കും നമുക്ക് ഇതുപോലെ തന്നെ കൊടുത്തിട്ട് പോവാം. ഇനിയിപ്പോ അമ്പലത്തിലേക്ക് പോണോ, ഒരു കുഴപ്പമില്ലെന്നേ, നമുക്ക് ഇത് കൊടുത്തിട്ട് പോവാം. അതേപോലത്തെ ഒരു സാരിയാണ്. അപ്പൊ ദേ ഞാൻ പറഞ്ഞ മെറൂൺ റെഡിന്റെ പല്ലുവാണ് കേട്ടോ ഈ കാണുന്ന. പല്ലുവിന്റെ ഡീറ്റെയിലിംഗ് കാണിക്കാനാണ്. ഇതേ കണ്ടോ, ടാസ്ലിങ്സും ഉണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ടാസ്ലിങ്സ് ആണ്. നോർമലി വെറുതെ അടിച്ചു വന്നേക്കുന്നതല്ല, നല്ല ഒരു ടൈ ഒക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാ ഇതേപോലെ നമുക്ക് വരും. ഇത് കണ്ടോ, ഇങ്ങനെ ഫുള്ള് വർക്കായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാരിക്ക് ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ കൊടുക്കാം. നമുക്ക് വെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ സ്ലീവ് അല്ലാതെ നമുക്കൊരു ടിൽ എൽബോ വരെയുള്ള ഒരു സ്ലീവ് തന്നെയായിരിക്കും കുറച്ചും കൂടെ എലഗന്റ് എന്നാണ് തോന്നുന്നത്. ഇതേപോലെ വൺ ലെയർ ഇട്ടിട്ട് നമുക്ക് വെയർ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഈ ഒരു വൈനിട്ട പോലെ തന്നെ ഇട്ടാം. ഇതേപോലെ ഒരു കുഞ്ഞു കുപ്പികളൊക്കെ റെഡ് ഇട്ട് പിന്നെ അതേ ഒരു ഹാങ്ങിങ്ങുള്ള ഒരു കമ്മലും വെയർ ചെയ്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെയും അങ്ങനെയും നമുക്ക് ഈ ഒരു സാരിക്ക് ആ ഒരു ലുക്കും ചേരും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സാരി നമുക്ക് ഏതൊരു കൈൻഡ് ഓഫ് രീതിയിലും നമുക്ക് ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആയതുകൊണ്ടും അതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ടും ശരിക്കും നമുക്കൊരു 870 രൂപ മുടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് മാത്രമല്ല ഇതേപോലെ ഒരു ചോക്കറും ഒരു ചെറിയൊരു സ്റ്റഡ് ആയാലും മതി. ഇതിപ്പോ എനിക്ക് അങ്ങനെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാനൊരു ബോളൊക്കെ ഉള്ള ചെറിയൊരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് വെയർ ചെയ്തേക്കുന്നത്. അപ്പൊ കണ്ട ഈ ചോക്കർ വന്നിട്ട് നമ്മുടെ ഒരു ഹെയർ സ്റ്റൈലും കൂടെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മീറ്റിങ്ങിനൊക്കെ പോവാവുന്ന ഒരു സെറ്റപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ടൈപ്പ് ഓഫ് ഫംഗ്ഷനും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ സാരീസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെ ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വർത്ത് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ സാരി സ്പെഷ്യലി ഇന്ന് തന്നെ ഈ ലോങ് വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സാരി ഷോപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് വേഗം തന്നെ വാട്സപ്പിൽ 9846086664 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഏത് കളർ വേണം. അതായത് നമുക്ക് 4 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈന്, നമുക്ക് ഒരു നല്ലൊരു മെറൂൺ റെഡ് എന്ന് പറയാം നമുക്ക്. പിന്നെ പിങ്ക്, ലൈറ്റ് പിങ്ക് ആണ്. അപ്പം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ സ്ലൈറ്റ്ലി ചേഞ്ച് ഉണ്ടാവും. നല്ല ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ. പിന്നെ ഒരു പീകോക്ക് ഗ്രീൻ. ഈ 4 ഷെയ്ഡിലാണ് നമുക്ക് ഈ സാരി അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദേ ബോർഡറിൽ കംപ്ലീറ്റ് ആയിട്ട് ആ കസവും ഇതേപോലത്തെ ജോമെട്രിക്കൽ ഒരു അജ്രക് അലങ്കാരിയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബോർഡറും കൂടെ അതിന്റെ കൂടെ ബ്ലെൻഡ് ആയി വരുന്നുണ്ട്. ആൻഡ് പല്ലു പാർട്ട് വന്നിട്ട് ഇതേപോലെ കേട്ടോ. അപ്പൊ ഇതിലൊരു ഒരു ഗോൾഡൻ ത്രെഡ് ആണ് ശരിക്കും അതിനെ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു അതിനൊരു റിച്ച് ലുക്ക് കൊണ്ടുവരുന്നത് ശരിക്കും ഈ സാരിക്ക്. ഇത് 870 എന്ന് പറയുമ്പോഴായിരിക്കും എല്ലാവർക്കും ഒരു ഞെട്ടല് അല്ലെ. ഞാനിത് ആരും കാണിച്ചില്ല, എടുത്തു വെച്ചേക്കായിരുന്നു. അപ്പൊ ഇവിടെയുള്ളവരും കൂടെ ചോദിച്ചായിരുന്നു എന്നോട്, ഇതിന് ഇത്രേ ഉള്ളൂ എന്ന്. അപ്പൊ 870 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി സാരിയാണ്. ഇതിന് ഇന്ന ഏജ് കാറ്റഗറി എന്നൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏജ് ഗ്രൂപ്പിനും ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരിയും കൂടെയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് 1 ലെയർ ഉണ്ടെങ്കിൽ ഇതേപോലെ 1 ലെയർ ഇടാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ ബോർഡർ കാണിക്കുമ്പോൾ ശരിക്കും നല്ലൊരു എന്താ പറയാ, ബോർഡറിനാണ് ശരിക്കും നമുക്ക് കാശ് കൊടുക്കേണ്ടത്. അതേപോലത്തെ ഒരു നല്ലൊരു ബോർഡർ ആണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഷോപ്പ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം.
Yeah. അപ്പൊ നിങ്ങൾക്ക് ഇതില് ആ ഒരു ട്രഡീഷണൽ ലുക്ക് ആണോ അതോ ഇതേപോലത്തെ ഒരു കാഷ്വൽ ലുക്ക് ആണോ ഇഷ്ടമായെന്നും കൂടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ വന്നിട്ട് കമന്റോട് കമന്റ് ഇടാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത ഗിവ് അവേ വരാൻ പോകുന്നതും കമന്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത, അതായത് ഒരു 5 വീഡിയോ ഉണ്ട്. ആ 5 വീഡിയോയിൽ വന്നിരിക്കുന്ന കമന്റ്സിൽ നിന്നാണ് നമ്മൾ ഗിവ് അവേ തെരഞ്ഞെടുക്കുന്നത്, ഗിവ് അവേ വിന്നറിനെ തെരഞ്ഞെടുക്കുന്നത്. അത് നാളെയാണ്. അപ്പൊ ഞാൻ ലൈവിൽ വരും. അപ്പൊ എല്ലാവരും എത്തണം. നാളെ ഒരു 5 മണി നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നാളെ നമുക്ക് 16th ജൂലൈ നമുക്ക് 5 PM കാണാം, ലൈവില് കാണാം. ഓക്കെ. താങ്ക് യു. ബൈ.